വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായി സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. We've told the administration that they need to pay the compensation quickly and effectively and not delay the compensation that has been happening over the last couple of months. We also suggested to look into setting up and testing an early warning system. They've told us that there is a rapid response team, but it is quite clear that one team is not enough. So we've mentioned to them that they should increase the number of teams and supply the teams with everything that is required. The medical college, which is a critical issue, and I mentioned to the administration today that I don't understand why it is taking so long to develop and build a medical college here. Even after people are losing their lives, are getting injured, they are not having a proper medical college here. And I've written to the Chief Minister and I would request him again to please expedite this matter. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പിലാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ എംപിക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് എംപി ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു എം പി നോക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹം ജീപ്പ് കയറുന്നു, ജീപ്പിൻ്റെ ബോണറ്റിൽ കയറുന്നു, ഇതുപോലെയുള്ള പല കലാപരിപാടികളും ഈ കലാപരിപാടികൾ നടക്കുന്നതിന് പകരം ജനങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇന്ന് 3 പേരുടെ വസതികളിലാണ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെ വസതികളിൽ അദ്ദേഹം എന്തെല്ലാം ഉറപ്പുകൾ നൽകുന്നുണ്ട്, ഒപ്പം തന്നെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്ന് രാവിലെ 7:45 കൂടിയാണ് ചാലിഗദ്ദയിൽ അജീഷിന്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി ആദ്യമായി എത്തുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലെത്തി. ഒടുവിൽ അദ്ദേഹം പോയത് നേരത്തെ ഈ വന്യമൃഗ ആക്രമണത്തിൽ, അതായത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ്, വാഗേരിയിലെ പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ്. ഇത്തരത്തിൽ 3 ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മാത്രമല്ല ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലക്ഷ്മണൻ്റെ വീട്ടുകാരുമായി അദ്ദേഹം സംസാരിച്ചു. ഇതിനുശേഷം ഒരു അവലോകന യോഗം ഇവിടെ ചേർന്നു. അതായത് PWD റെസ്റ്റ് ഹൗസിലാണ് ഒരു അവലോകന യോഗം ചേർന്നത്. അതിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു യോഗമായിരുന്നു. ഇതിനുശേഷം അദ്ദേഹം വിശദമായൊരു വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനത്തിൽ പല വിഷയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു രാഷ്ട്രീയ വിഷയം പോലും പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ RRTകളുടെ എണ്ണം ഇവിടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് കർണാടകയുമായി അതോടൊപ്പം തന്നെ തമിഴ്നാടുമായുമുള്ള ആ ഒരു സഹകരണം, ഈ വിഷയത്തിൽ വന്യമൃഗ വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വനമേഖല ഉള്ളതുകൊണ്ട് തന്നെ പരസ്പര സഹകരണം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല വയനാടിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യമില്ലായ്മയാണ്. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിമിതികൾ അടിയന്തരമായ രീതിയിൽ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ നീണ്ടുപോകുന്നത്, ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവതരമായ വിഷയമാണ്. മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും അത് സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചികിത്സാ നഷ്ടപരിഹാരം, അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തണമെന്നുമുള്ള ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ ഈ വിഷയം ഒരു ദേശീയ ശ്രദ്ധ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഈ വയനാട്ടുകാർ ആവശ്യപ്പെടുന്നത് കേന്ദ്ര വന നിയമത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ ഉണ്ടാകണം. ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനകത്ത് ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ വയനാട്ടുകാർ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്.